അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ കിതാബിൻ്റെ മുഴുവൻ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടക്ക ഭാഗം മുതൽ പഠിക്കാനാണ്. നമ്മുടെ കിതാബിൻ്റെ തുടക്ക ഭാഗം കുറച്ച് നമ്മൾ ഓതി. തൻവീറുൽ ഖുലൂബിൻ്റെ മൊത്തം 3 ഫസ്സിലാണ്, 3 ബാബുകളാണ്. അതിൽ 2 ബാബുകളും നമ്മൾ ഓതിക്കഴിഞ്ഞു. ഒന്നാമത്തെ ബാബ് നമ്മൾ ഈ സമ്മിനാണ് ഓതുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ തുടക്കം ഉണ്ടാവും. ഒന്നാമത്തെ ബാബിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ, അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒക്കെ പഠിക്കും. രണ്ടാമത്തെ ബാബിൽ നമ്മൾ പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ പറ്റിയിട്ടാണ്, പ്രവാചകത്വത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ബാബിൽ നമ്മൾ പറഞ്ഞത് ഖദർ, ഖലാ, അതുപോലെ ഹിസാബ്, സ്വർഗം, നരകം തുടങ്ങിയിട്ടുള്ള നമ്മളിങ്ങനെ പണ്ട് മുതലേ കേട്ട് പോന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. സമഇയാത്ത് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാഹ് നിങ്ങൾ പഠിച്ചു, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് അൽ ബാബുൽ അവ്വൽ, ഒന്നാമത്തെ ബാബിൻ്റെ തുടക്ക ഭാഗങ്ങളൊക്കെ ഓതി നോക്കാം. ഓക്കെ, അൽ ഖിസ്മുൽ അവ്വൽ, ഒന്നാമത്തെ ഖിസ്മ് അഥവാ ഒന്നാമത്തെ ബാബ്. ഫീമ തജിബു മഅരിഫത്തുഹു അലാ കുല്ലി മുക്കല്ലഫിൻ മിനൽ അഖായിദ് അദ്ദീനിയ. ഫീമ ഒന്നിലാൻ തജിബു മഅരിഫത്തുഹു അറിയൽ നിർബന്ധമാണ്. അലാ കുല്ലി മുക്കല്ലഫിൻ എല്ലാ ഓരോ ആളുകളുടെ മേലും. മുക്കല്ലിഫ് എന്ന് പറയുമ്പോൾ തക്ലീഫുള്ളവൻ, ബുദ്ധിയും അതുപോലെ വിവേകവും ഉള്ളവൻ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒരു മുക്കല്ലഫായിട്ടുള്ള വ്യക്തി ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു പരിചയവും ഉള്ള ഒരാൾ, അവനക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളെ പറ്റിയിട്ടാണ് നമ്മൾ ഖിസ്മുൽ അവ്വൽ പറയാം. ആ ഖിസ്മുൽ അവ്വലിൻ്റെ ചോട വരുന്നതാണ് ഓരോ ബാബുകളും. ഓക്കെ, മിനൽ അഖായിദ് അദ്ദീനിയ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ദീനിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാം. ഹാദൽ ഖിസ്മു, ഈ ഖിസ്മ്. അപ്പോൾ മൊത്തം തൻവീറുൽ ഖുലൂബ് ഫി മഅരിഫത്തി അല്ലാമിൽ ഒയൂബ് എന്നുള്ള കിതാബിൻ്റെ ഒന്നാമത്തെ ഖിസ്മാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ ഒന്നാമത്തെ ബാബാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയൽ. പിന്നെ രണ്ടാമത്തെ ബാബാണ് നബി തങ്ങളെ പറ്റിയിട്ടുള്ള സവിശേഷങ്ങൾ. മൂന്നാമത്തെ ബാബാണ് ഖദർ, ഖലാ തുടങ്ങിയിട്ടുള്ള വിശേഷണ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ. ഓക്കെ, അപ്പോൾ നബി തങ്ങൾ റിസാലത്ത് നമ്മൾ പറഞ്ഞു, ഖദർ, ഖലാ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, ഹാദൽ ഖിസ്മു, ഈ ഖിസ്മ് മുറത്തബുൻ അലാ മുഖദ്ദിമത്തിൻ, ഒരു മുഖദ്ദിമ ഉണ്ട്. മുറത്തബുൻ തിട്ടപ്പെടുത്തതാണ്, ക്രമീകരിച്ചിട്ടുള്ളതാണ്. അലാ മുഖദ്ദിമത്തിൻ്റെ ഒരു മുഖദ്ദിമ ഇതിൻ്റെ തുടക്കത്തിലുണ്ട്. വ സലാസത്തി അബുവാബിൻ, 3 ബാബുകളുണ്ട്. അതുപോലെ ഫൽ മുഖദ്ദിമത്തു, അപ്പം മുഖദ്ദിമ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, മുഖദ്ദിമയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. ഫി ബയാനി അഖ്സാമിൽ ഹുക്കുമി അൽ അക്കിലി, ബുദ്ധിപരമായിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ അതെങ്ങനെയാവണം, അഥവാ അത് സമീപിക്കാൻ പറ്റുമോ, ബുദ്ധിപരമായിട്ട് നമ്മൾ മാത്രം ചിന്തിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിനെ പറ്റിയാണ് പറയാം. വ ബയാനി സിഫത്തി, സിഫത്തുകളെ പറ്റിയിട്ടൊക്കെ പറയും. എന്തൊക്കെ സിഫത്തുകളുണ്ട്, ഏതൊക്കെ സിഫത്തുകളാണ് ഉള്ളത് എന്നതിനെ പറ്റിയൊക്കെ, എത്ര സിഫത്തുകളുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ബാലി തഖ്സീമാത്തിഹ, ഈ സിഫത്തിൻ്റെ കുറച്ച് തഖ്സീമുകളുണ്ട്, ഐറ്റംസ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെ മുഖദ്ദിമയിൽ നമ്മൾ പറയും. വൽ ബാബുൽ അവ്വലു, ഒന്നാമത്തെ ബാബ്, ഒന്നാമത്തെ ചാപ്റ്റർ, അത് ഫിൽ ഇലാഹിയാത്തിലാണ്, അഥവാ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അള്ളാഹുവിന് വാജിബായിട്ടുള്ള, മുസ്തഹീലായിട്ടുള്ള,
ജായിസായിട്ടുള്ള സിഫത്തുകളൊക്കെ നമ്മൾ പരാമർശിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ബാബ്. വൽ ബാബു സാനി, രണ്ടാമത്തെ ബാബ് ഫിന്നുബുവാത്തി, പ്രവാചകത്വത്തെ പറ്റിയിട്ട് പറയുന്ന ബാബാണ്. അത് നമ്മൾ ഓതി കഴിഞ്ഞതാണ്. ഓക്കെ, കഴിഞ്ഞ സമ്മിന് നമ്മൾ ഓതി കഴിഞ്ഞു. വൽ ബാബു സാലിസു, മൂന്നാമത്തെ ബാബ് ഫി സമഇയാത്തി. സമഇയാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ കേട്ടുവരുന്ന വസ്തുക്കളുണ്ടല്ലോ, ഖദർ, ഖലാ, നരകം, സ്വർഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്ന ബാബാണ്. അത് നമ്മൾ ഓതി കഴിഞ്ഞു. ഓക്കെ. വൽ ഖാത്തിമത്തു, ഇനി അതിൻ്റെ ഒരു ഖാത്തിമയുണ്ട്, ഈ കിതാബിനൊരു ഖാത്തിമയുണ്ട്. അതെങ്ങനെ? ഫി മഅനൽ ഈമാനി, ഈമാന് എന്താണ്? വൽ ഇസ്ലാമി, ഇസ്ലാം എന്താണ്? ഖവാഇദിഹി, ഈമാൻ്റെയും ഇസ്ലാമിൻ്റെയും ഖായിദകൾ എന്താണ്? പൊതുതത്വങ്ങൾ എന്താണ്? ദീനി, ദീൻ എന്താണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഖാത്തിമയുണ്ട്. അതും നമ്മൾ ഓതിക്കഴിഞ്ഞു. വഗൈറുദാലിക്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കിതാബ്. നമ്മൾ തുടക്കത്തിൽ കിതാബിനെ പറ്റിയിട്ട് പറയുമ്പോൾ തൻവീറുൽ ഖുലൂബ് ഫി മഅരിഫത്തി അല്ലാമിൽ ഗുയൂബ് എന്ന് പറഞ്ഞിട്ട് കിതാബിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മുഖദ്ദിമ തുടങ്ങാം. അൽ മുഖദ്ദിമത്തു, മുഖദ്ദിമ ഫി ബയാനി അൽ ഹുക്കുമി അൽ അക്കിലി, ബുദ്ധിപരമായിട്ട് നമ്മളൊരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ, അതുകൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മളൊരു കാര്യത്തിൻ്റെ വിധി പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു മുഖദ്ദിമയാണ്. അതെങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഓക്കെ. ഇഅ്ലം, നീ അറിയി, അന്നൽ ഹുക്മൽ അക്കിലി, ബുദ്ധിപരമായിട്ടുള്ള വിധികൾ, വഹുവ ഇസ്ബാത്തു അംരിൻ, അതൊരു കാര്യത്തെ സ്ഥിരപ്പെടുത്തുക, ലി അംരിൻ, ഒരു കൽപ്പന ഉണ്ടായത് കാരണത്താൽ, ഔ നഫീഹി അൻഹു, ഔ നഫീഹി, അല്ലെങ്കിൽ ആ അമ്രിനെ ഇല്ല എന്ന് പറയുക, ഒരു കാര്യം ഇല്ല എന്ന് പറയുക, അൻഹു, ആ കാര്യത്തെ തൊട്ട്. അഥവാ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതുണ്ടെന്ന് പറയാം. അതാണല്ലോ ബുദ്ധി നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറയും, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയും. അതാണ് ബുദ്ധിയുടെ ദൗത്യം. മിൻ ഗൈരി തവക്കുഫിൻ അല തക്റാരിൻ, മിൻ ഗൈരി തവക്കുഫിൻ, തവക്കുഫില്ലാതെ, തവക്കുഫ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുക, അഥവാ ഒന്നും ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാതെ നിൽക്കുക, ന്യൂട്രലായിട്ടിങ്ങനെ, പിന്നെ ഒരവസ്ഥയില്ലാതെ നിൽക്കുക. അലാ തക്റാരിൻ വലാ വളുഇൻ, ഒരു തക്റാർ, ആവർത്തനമില്ല. അതുപോലെ വളു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രൂപം. വളു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും ഓരോ വളുഇലാണെന്ന് പറയും. അഥവാ അവൻ്റെ പ്രവർത്തനം, അതല്ലെങ്കിൽ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ജോലി എന്നൊക്കെ പറയാം. അപ്പോൾ ബുദ്ധി ഒരു കാര്യത്തിനോട് ഹുക്കുമ് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? നമ്മളൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രൂപത്തിലായിരിക്കും. അത് തവക്കുഫാവൂല, അഥവാ ഒന്നിനും പറ്റൂല എന്ന് പറയില്ല. കാരണം എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവുന്നതാണ്. ഓക്കെ. യൻഖസിമു ഇലാ സലാസത്തി അഖ്സാമിൻ, ആ ഹുക്കുമുൽ അക്കിലി അത് 3 കിസ്മുകളായിട്ട് നമുക്ക് തിരിക്കാം. യൻഖസിമു, അത് കിസ്മാവും, ഇലാ സലാസത്തി അഖ്സാമിൻ, 3 കിസ്മുകളായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. വഹിയൽ വുജൂബു, അത് വാജിബുകളാണ്. വൽ ഇസ്തിഹാലത്തു, വാജിബ് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഉണ്ടാവുന്ന വസ്തുക്കൾ. വൽ ഇസ്തിഹാലത്തു, ഇമ്പോസിബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, നമുക്കൊരിക്കലും ഉണ്ടാവാൻ പറ്റൂല, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പറ്റൂല എന്ന് പറയുന്ന സിഫത്തുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 2 നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് വൽ ജവാസു, ജായിസായിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ അവിൽ ഇംഖാനു, ജായിസിന് നമ്മൾ എന്തു പറയും? ഇംഖാൻ എന്ന് പറയും, സാധ്യമായത്. പക്ഷേ അത് ഉണ്ടാവൽ നിർബന്ധമില്ല, ഉണ്ടാവാം എന്നുള്ള വിഷയമാണ്. ഫൽ വാജിബു, അപ്പോൾ വാജിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഹുവല്ലദീ, അത്, ലാ യസ്ദുക്കുൽ അഖ്ലു, അഖ്ൽ സ്ഥിരപ്പെടുത്തൂല, ബിൻതിഫാഇഹി, അതില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തൂല. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് വിധിക്കുമ്പോൾ ഒരു വസ്തു നിർബന്ധമായിട്ട് ഉണ്ടാവണമെങ്കിൽ
അത് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരാണ്. മനുഷ്യന് അവന് ബുദ്ധിയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അക്കിൽ നമ്മുടെ ബുദ്ധി ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. കാരണം എല്ലാ മനുഷ്യനും ബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഭ്രാന്തന്മാരോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഭ്രാന്തന്മാർക്കും ബുദ്ധിയുണ്ട്. ഓക്കെ. അപ്പോൾ ബുദ്ധി എന്നുള്ള സംഗതി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ബുദ്ധി നമ്മുടെ അക്കിൽ നിഷേധിക്കൂല. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. കവുജൂദി മൗലാന തആല വഖിദമിഹി വബഖാഇഹി. കവുജൂദി മൗലാന വാജിബായിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റി പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള ഒരു വിവരം അത് നിർബന്ധമായിട്ട് ബുദ്ധി അംഗീകരിക്കുന്നതാണ്. അതൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റൂല. വഖിദമിഹി അള്ളാഹു പണ്ടേ ഉള്ളവനാണ്. അതുപോലെ തന്നെ വബഖാഇഹി അള്ളാഹു എന്നും അവശേഷിക്കുന്നവരാണ് എന്നുള്ളതൊക്കെ ബുദ്ധിക്കറിയാം. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കൂല. വൽ മുസ്തഹീലു, ഇനി മുസ്തഹീലായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹുവല്ലദീ ലാ യുസദ്ദിഖു അൽ അഖ്ലു ബിസുബൂതിഹി. ഹുവ അത് ലാ യുസദ്ദിഖുൽ അഖ്ലു, അഖ്ല് സ്ഥിരപ്പെടുത്തൂല, ബിസുബൂതിഹി അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഖിൽ സ്ഥിരപ്പെടുത്തൂല. കാരണം അതില്ല എന്നാണ് അഖിലിനറിയാം. ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതില്ല എന്ന് അറിയാം. അപ്പോൾ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തൂല. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. കവുജൂദി ശരീക്കിൻ ലഹു തആല, അള്ളാഹുവിനൊരു പങ്കുകാരൻ ഉണ്ടാവുക എന്നുള്ളത് സ്ഥിരപ്പെടുത്തുന്നത് പോലെ. കാരണം അള്ളാഹുവിന് പങ്കുകാരനുണ്ടെങ്കിൽ ഈ ലോകം ഇതേ രൂപത്തിൽ നിലനിൽക്കൂല. കാരണം രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഒരാൾ സൂര്യൻ ഉദിക്കണം എന്നുദ്ദേശിച്ചാൽ സൂര്യൻ ഉദിക്കണം, മറ്റേ ആൾ സൂര്യൻ അസ്തമിക്കണം ആ സമയത്ത് തന്നെ അസ്തമിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കൂലല്ലോ. സൂര്യൻ തന്നെ ഒരു സമയത്ത് ഉദിക്കുകയും അപ്പം തന്നെ ആ സമയത്ത് തന്നെ അസ്തമിക്കുകയും ചെയ്യുക എന്നുള്ള സംഗതി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിന് ശരീക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ. അതാണ് മുസ്തഹീലായിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ വൽ ജായിസി അവിൽ മുംകിൻ, ഉണ്ടാവാം, പോസിബിൾ കാര്യങ്ങൾ പോസിബിളാണ്, ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല. മാ യസിഹു ഫിൽ അക്കിലി സുബൂത്തുഹു വൻതിഫാഉഹു. മാ ഒന്നാണ് യസിഹു ഫിൽ അക്കിലി, അക്കലിൽ അത് ശരിയാവും, സുബൂത്തുഹു അതിനെ സ്ഥിരപ്പെടുത്തൽ, വ ഇൻതിഫാഉഹു അത് സ്ഥിരപ്പെടുത്താതിരിക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് രൂപത്തിലും പറ്റും. അത് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നില്ല, അതുപോലെ ഇല്ലാതിരിക്കണം എന്നുമില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പോസിബിലിറ്റിയാണ്. ഓക്കെ. കവുജൂദി സമാവാതി വൽ അർളീൻ, ആകാശഭൂമികൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആകാശഭൂമികൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുക്ക് നിർബന്ധമുള്ള കാര്യമില്ല. ഓക്കെ. കാരണം അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമില്ല, വേണമെങ്കിൽ സൃഷ്ടിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, ഉണ്ടാക്കി. അതുപോലെ ബിഅസത്തി അർ-റുസുലി, പ്രവാചകന്മാരെങ്ങനെ അയക്കുക എന്നുള്ളതും നിർബന്ധമായ കാര്യമില്ല, വേണമെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ അത് ഇൻസാൽ കുത്തുബി, കിതാബുകൾ ഇറക്കിയിട്ട് സന്മാർഗം പറയാം, അതും അള്ളാഹുവിന് നിർബന്ധമായ കാര്യമൊന്നുമില്ല. മറിച്ച് അള്ളാഹു വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസാബത്തിൽ ആസി, തെറ്റുകാരന് അവനക്ക് പ്രതിഫലം നൽകുക, ജസാ നൽകുക, സവാബ് നൽകുക, അതും പോസിബിളാണ്. ഒരാൾ തെറ്റുകാരനായി ചെന്നാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് മാപ്പ് കൊടുത്തിട്ട് അവനക്ക് സവാബ് നൽകാം. അത് അള്ളാഹുവിൻ്റെ ഹക്കിലേക്ക് നോക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പറ്റുന്നതാണ്. അതുപോലെ തഅദീബി അൽ മുത്തിഇ, ഭൂമിയിൽ നല്ല രൂപത്തിൽ ആരാധിച്ച ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അദൽ കൊണ്ട്, നീതി കൊണ്ട് ശിക്ഷിക്കുന്നതിന് വിരോധമല്ല. കാരണം അതും അള്ളാഹുവിന് ഇംകാനായിട്ടുള്ള കാര്യമാണ്, വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ
ഈ ഒരു രൂപങ്ങളൊക്കെ പറഞ്ഞു. അക്കൽ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബായിട്ടുള്ള സിഫത്തുകളുണ്ട്, മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളുണ്ട്, അതുപോലെ മുംകിനായിട്ടുള്ള വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള സിഫത്തുകളൊക്കെ ഉണ്ട്. വഅലം, ഇനി നീ മനസ്സിലാക്കി, ഇനി സിഫത്ത് എന്താണ്, സിഫത്തുകളുടെ വ്യത്യസ്തമായ കോലങ്ങൾ എന്താണെന്ന് പറയാൻ. അന്ന സിഫത്ത് എന്ന് പറഞ്ഞാലേ വഹിയൽ അമ്രു സാബിത്തു ലിൽ മൗസൂഫി, അൽ അമ്രു സാബിത്തു ഒരു സ്ഥിരപ്പെട്ട കാര്യം, ലിൽ മൗസൂഫി ആരെയാണോ വിശേഷിപ്പിക്കുന്നത് അവന് സ്ഥിരപ്പെട്ട കാര്യം എന്നുള്ളതാണ് സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് നല്ല കുട്ടി എന്ന് പറയുമ്പോൾ ആ നല്ലത് എന്നുള്ളത് അവനിലേക്ക് ബന്ധിക്കുന്നുണ്ടല്ലോ, അവനിൽ സ്ഥാപിതാവുന്നുണ്ടല്ലോ, സ്ഥിരപ്പെടുന്നുണ്ടല്ലോ. അതാണ് അസിഫത്തു സാബിത്തത്തു ലിൽ മൗസൂഫി എന്ന് പറയുന്നത്. ഓക്കെ, തൻഖസിമു ഇലാ സബ്അതി അഖ്സാമിൻ, അത് 7 ഐറ്റംസ് ആയിട്ട് തിരിക്കാം സിഫത്തിനെ. ഓക്കെ, നഫ്സിയത്ത്, ഒന്നാമത്തെ ഐറ്റംസ് നഫ്സിയത്താണ്. നഫ്സിയത്തായിട്ടുള്ള സിഫത്ത് എന്ന് പറയുമ്പോൾ വഹിയല്ലത്തി ലാ യഅ്കുലുൽ മൗസൂഫു ബിദൂനിഹ. നഫ്സിയത്ത് എന്ന് പറയുമ്പോൾ വഹിയ അത് ആ സിഫത്ത് ലാ യുഅ്കലുൽ മൗസൂഫു, മൗസൂഫിനെ ചിന്തിക്കപ്പെടുകയില്ല, അതല്ലെങ്കിൽ എത്തിക്കപ്പെടുകയില്ല, ബിദൂനിഹ അതുകൊണ്ടല്ലാതെ. അപ്പോൾ ആ ഒരു സിഫത്ത് ഉണ്ടെങ്കിലേ ആ മൗസൂഫിനെ നമുക്ക് എത്തിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് പറയുമ്പോൾ കൽ വുജൂദി, ഒരാൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനുണ്ട് എന്നുള്ളത് എന്നിലേക്ക് നോക്കിയാൽ മാത്രമാണ് അറിയാം. അതല്ലാതെ വേറെ ഒരാളിലേക്ക് നോക്കിയിട്ട് ഞാനുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാനുണ്ട് എന്നറിയണമെങ്കിൽ എൻ്റെ നഫ്സിലേക്ക് നോക്കണം. എൻ്റെ നഫ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. വുജൂദുണ്ട്, എനിക്ക് വുജൂദുണ്ട്, എനിക്ക് ഉണ്മയുണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ പറയാൻ പറ്റൂല. അപ്പോൾ അതാണ് നഫ്സിയായിട്ടുള്ള സിഫത്ത്. പിന്നെ രണ്ടാമത്തത് സെൽബിയത്തുൻ, സെൽബിയായ സിഫത്ത്. വഹിയ സെൽബു അംരിൻ ലാ യലീക്കു ബിൽ മൗസൂഫി. സെൽബു അംരിൻ, ഒരു അംറിനെ ഒഴിവാക്കുക, ഊര്യ, ലാ യലീഖു അത് യോജിക്കുന്നില്ല, ബി മൗസൂഫിൻ മൗസൂഫിനോട്, മൗസൂഫിനോട് യോജിക്കാത്ത ഒരു വസ്തുവിനെ ഊര്യ, അതാണ് സെൽബിയായിട്ടുള്ള സിഫത്ത് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു വിശേഷണം പറയുമ്പോൾ ഇവൻ എന്നും അവശേഷിക്കുന്നവനാണ്, കൽ ഖിദമി, ഖിദമ് എന്നുള്ള വിശേഷണം പോലെ. അപ്പോൾ നമ്മളിൽപ്പെട്ട ഒരാൾക്ക് ഖിദമാണ് ഖദീമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഖദീമിൻ്റെ അർത്ഥം എന്താണ്? പണ്ടേ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പണ്ടേ ഉള്ളതല്ല, നമ്മളാരും പണ്ടേ ഉള്ളതല്ല, ഒക്കെ പുതുതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ്. അള്ളാഹു മാത്രമാണ് പണ്ടേ ഉള്ളത്. അപ്പോൾ ഖിദം എന്നുള്ള സിഫത്ത് നമ്മളിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് സെൽബിയായ സിഫത്താണ്, അവനിലേക്ക് യോജിക്കാത്ത സിഫത്താണ്. ഓക്കെ, മഅന, മഅനിയായിട്ടുള്ള സിഫത്ത് എന്ന് പറയാം. വഹിയ സിഫത്തുൻ വുജൂദിയത്തുൻ തൂജിബു ലിൽ മൗസൂഫി ഹുക്മൻ കൽ ഖുദ്റതി. സിഫത്തുൻ വുജൂബിയത്തുൻ, അത് നിർബന്ധമായിട്ടുള്ള സിഫത്താണ്. തൂജിബു ലിൽ മൗസൂഫിഹ, അതിൻ്റെ മൗസൂഫിനെ അത് നിർബന്ധമാക്കും. ഹുക്മൻ, ഒരു ഹുക്കുമിനെ, അഥവാ അത് ആരിലേക്ക് ചേർത്തി പറയുന്നോ അയാൾക്കൊരു ഹുക്കുമുണ്ടാവും എന്ന് പറയുമ്പോൾ അയാളെ പറ്റിയിട്ട് നമുക്കൊരു കാര്യം പറയാം. ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് കൽ ഖുദ്റത്തി, ഖുദ്റത്ത് എന്നുള്ളൊരു സിഫത്താണ്. അപ്പോൾ ഖുദ്റത്ത് ഒരാളിലേക്ക് ചേർത്തി പറയുമ്പോൾ അവനക്ക് ഒരു ഹുക്കുമുണ്ടാവും എന്ന് പറയുമ്പോൾ അവന് എന്തിനുള്ള ഖുദ്റത്ത്? അവന് എഴുതാനുള്ള ഖുദ്റത്തുണ്ട്, അതുപോലെ സൃഷ്ടിക്കാനുള്ള ഖുദ്റത്തുണ്ട് അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ, അതുപോലെ വരയ്ക്കാനുള്ള ഖുദ്റത്തുണ്ട്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവനക്കൊരു ഹുക്കുമുണ്ടാവുകയാണ്. അഥവാ ഹുക്കുമുണ്ടാവുക എന്ന് പറയുമ്പോൾ അവനുമായി ബന്ധപ്പെട്ടിട്ട് ഏതിലാണ് ഈ ഖുദ്റത്തുള്ളത്? വരയ്ക്കാനാണ്, എഴുതാനാണ്. അതാണ് മഅന സിഫത്ത് എന്ന് പറയുമ്പോൾ. ഇനി മഅനവിയത്തുൻ, മഅനവിയായിട്ടുള്ള സിഫത്ത് എന്ന് പറയുമ്പോൾ
വഹിയ സിഫത്തുൻ സുബൂത്തിയത്തുൻ ഇഅ്തിബാരിയത്തുൻ ലാസിമത്തുൻ ലിൽ മഅന കൗനിഹി ഖാദിറൻ. അതെങ്ങനത്തെ സിഫത്താണ്? മഅനവിയായിട്ടുള്ള സിഫത്ത് കേട്ടോ. സിഫത്തുൻ സുബൂത്തിയത്തുൻ, അത് സുബൂത്തായിട്ടുള്ളൊരു സിഫത്താണ്. ഇഅ്തിബാരിയത്തുൻ, സുബൂത്തായ സിഫത്ത് എന്ന് പറയുമ്പോൾ ഉള്ള സിഫത്താണ്. ഇഅ്തിബാരിയത്ത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അത് നമുക്ക് കാണാൻ സാധിക്കൂല, നേരെ മറിച്ച് അത് അവനിലിങ്ങനെ ഉണ്ടാവും ആ സിഫത്ത്. ഈ ഇഅ്തിബാറാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കൂല, നമുക്കതിങ്ങനെ ഉള്ളതായിട്ട് വിലയിരുത്താം. അതിൻ്റെ ഉദാഹരണം പറയുന്നത് ലാസിമത്തുൽ മഅന, അതിൻ്റെ മഅനയിൽ ഉള്ളതായിരിക്കും. അഥവാ അതിൻ്റെ മഅന അവനിൽ ഉണ്ടാവും. മഅന എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കൂല, നേരെ മറിച്ച് അത് അവനിൽ ഉണ്ടാവുന്നതാണ്. ഉദാഹരണം പറയുമ്പോൾ കൗനിഹി ഖാദിറൻ, അവൻ കഴിവുള്ളവനാവുക. കഴിവുള്ളവനാവുക എന്നുള്ള ആ ഒരു വിശേഷണം അത് നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കൂലല്ലോ. കൗനിഹി ഖാദിറൻ, അവന് കഴിവുള്ളവനാവുക. കഴിവുള്ളവനാവുക എന്ന് പറയുമ്പോൾ നമുക്കത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കൂല. നേരെ മറിച്ച് കഴിവിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, അതിൻ്റെ അസറുകൾ, പ്രതിഫലനങ്ങളായിട്ടുള്ള ഒരാൾ കഴിവുള്ളവനാവുക എങ്ങനെ? നല്ല സമ്പത്തുള്ളവനായാൽ അവൻ്റെ പ്രതിഫലനം എന്താ? പ്രതിഫലനങ്ങൾ, ആ കഴിവുണ്ട് എന്നുള്ളതിൻ്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? അവന് സ്വതക്ക് കൊടുക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നല്ല എഴുതാൻ കഴിവുള്ളവനാണ് എന്നുണ്ടെങ്കിൽ ആ കഴിവ് അവനിൽ നിന്ന് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ കഴിവിൻ്റെ രൂപങ്ങൾ അതെങ്ങനെ? അവൻ്റെ എഴുത്തുകൾ ഒരുപാട് മേഖലകളിൽ, ഒരുപാട് മാസികകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചിത്രകാരനാണെങ്കിൽ അങ്ങനെ, പാട്ടുകാരനാണെങ്കിലും അങ്ങനെ. ഓക്കെ, ആ വിശേഷണങ്ങളൊന്നും അവരിലിങ്ങനെ പ്രതിഫലിക്കൂല, അവരിലിങ്ങനെ നേരിട്ട് കാണൂല, നേരെ മറിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അസറുകളായിട്ട് ഇങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് വരിക. അപ്പോൾ ഫിഅലിയത്തുൻ, ഇനി ഫിഅലിയായിട്ടുള്ള സിഫത്ത് വഹിയ തഅല്ലുഖുൽ ഖുദ്റത്തി വൽ ഇറാദത്തി, ഖുദ്റത്തും അതുപോലെ ഇറാദത്തും കൂടെ ബന്ധിക്കുക. കൽ ഖൽഖി വറിസ്ഖി, ഖുദ്റത്ത് എന്ന് പറയുമ്പോൾ കഴിവ്, എന്തിനുള്ള കഴിവാവാം? സൃഷ്ടിക്കാനുള്ള കഴിവാവാം. വൽ ഇറാദത്തി, ഉദ്ദേശവും ആവാം. അതാണ്, അഥവാ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുദ്ദേശം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മളത് ചെയ്യാനുള്ള യോഗ്യനാണെങ്കിൽ ആ സിഫത്ത് ഫിഅലിയായിട്ടുള്ള സിഫത്താണെന്ന് പറയാം. ഓക്കെ, ഉദാഹരണമായിട്ട് ഇതിൽ പറഞ്ഞത് കൽ ഖൽഖി വറിസ്ഖി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്, ഖൽഖിനുള്ള സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം വന്നു, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കും. ഞാൻ ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു, അതുപോലെ അള്ളാഹുവിന് കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടായി. അതുപോലെ എനിക്ക് ഭക്ഷണം നൽകണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹുവിൻ്റെ കഴിവുണ്ട്, ഖുദ്റത്തുണ്ട്, അത് കാരണത്താൽ എനിക്ക് ഭക്ഷണം ലഭിച്ചു. അതാണ് ഫിഅലിയായിട്ടുള്ള സിഫത്ത് എന്നുള്ളത്. സമഇയ്യത്തുൻ, സമഇയായിട്ടുള്ള സിഫത്ത് വഹിയ ഇബാറത്തുൻ അൻ മഅന വറദ ബിഹി സമഉ അനി അൽ കിതാബ് വസ്സുന്നത്തുൽ മുതവാത്തിറത്തു. വഹിയ ഇബാറത്തുൻ അൻ മഅന, ഒരു മഅനയെ പറ്റിയിട്ടുള്ള ഇബാറത്ത്, അഥവാ ഒരു ആശയത്തെ പറ്റിയിട്ട് നമ്മൾ പറയാം. അതാണ് ഇബാറത്തുൻ അൻ മഅന, ഒരു ആശയത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന വാക്ക്. വറദ ബിഹി, ആ ആശയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് എന്ത്? അസ്സംഉ, സംഇയായിട്ട്, അഥവാ അനി അൽ കിതാബു വസ്സുന്നത്തുൽ മുതവാത്തിറ, ഖുർആനിൽ വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഉ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ വിശേഷണം പറയാം. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല, സമഇയായിട്ടുള്ള വിശേഷണമല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ തോതിനനുസരിച്ച്
കഴിവുകൾ നൽകിയിട്ടുണ്ട്, കഴിവുകൾ നൽകിയവനാണ്, കഴിവ് നൽകാൻ കഴിയുന്നവനാണ് എന്നുള്ളൊരു വിശേഷണം അള്ളാഹുവിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, സിഫത്തായിട്ട് പറയാം. അപ്പോൾ എന്താ, നമ്മൾ ഹദീസ് എന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഓരോ നഫ്സിനോടും അതിനുതകുന്ന രൂപത്തിലുള്ള കൽപ്പനകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ആയത്തുണ്ട്. അതുപോലെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സിമ്പിളായ രൂപത്തിലാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ ബുഇസ്തു ബിൽ ഹനഫിയ്യത്തി സംഹ എന്നുള്ളുണ്ട്. നല്ല സരളമായ രീതിയിൽ ആരാധനാകർമ്മങ്ങളും അതുപോലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുതകുന്ന ഒരു ദീനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകൾക്കും ആപ്റ്റായിട്ടുള്ള അവനോട് യോജിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുമായിട്ടാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ സിഫത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. സിഫത്ത് 7 കിസ്മാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വതൻഖസിമു സിഫത്തു, സിഫത്ത് വീണ്ടും കിസ്മാവും ഐലൻ ഇലാ കിസ്മൈനി, 2 കിസ്മിലേക്ക്. അത് സിമ്പിളാണ്. മുതഅല്ലിഖത്തുൻ വഗൈറു മുതഅല്ലിഖ. ഒന്ന് മുതഅല്ലിഖായിട്ടുള്ള സിഫത്ത്, മുതഅല്ലഖായിട്ടുള്ള സിഫത്ത്, അതുപോലെ ഗൈറു മുതഅല്ലഖായിട്ടുള്ള സിഫത്ത്. എന്താണ് മുതഅല്ലഖായിട്ടുള്ള സിഫത്ത് എന്ന് പറഞ്ഞാൽ, ഹിയല്ലതി തഖ്തളി അംറൻ സായിദൻ അലൽ ഖിയാമി ബിമഹല്ലിഹ കൽ ഖുദ്റതി വൽ ഇറാദതി. ഹിയ അത്, തഖ്തളി അത് തേടുന്നുണ്ട്, അംറൻ സായിദൻ ഒരു അധികമായ കാര്യത്തെ, ഒരു എക്സ്ട്രാ കാര്യത്തെ തേടുന്നുണ്ട്, അലൽ ഖിയാമി അത് ഉണ്ടാവണമെങ്കിൽ, ബിമഹല്ലിഹ അതിൻ്റെ സ്ഥാനത്ത്. ആ സിഫത്ത് ഉണ്ടാവണമെങ്കിൽ അതൊരു എക്സ്ട്രാ സാധനത്തെ തേടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൽ ഖുദ്റത്തി വൽ ഇറാദത്തി. ഖുദ്റത്ത് ഇറാദത്ത് എന്ന് പറയുമ്പോൾ കഴിവുണ്ടാവുക, അതുപോലെ ഉദ്ദേശവും ഉണ്ടാവുക. അത് രണ്ടും കൂടെ ഉണ്ടാവുമ്പോഴേ ഒരു വസ്തു ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കണം, അള്ളാഹുവിന് കഴിവ് വേണം എന്നുണ്ടെങ്കിലേ അതുണ്ടാവുള്ളൂ. അപ്പോൾ 2 വസ്തുക്കൾ കൂടിയല്ലോ, അതാണ് മുതഅല്ലിഖായിട്ടുള്ള സിഫത്ത് എന്ന് പറയുമ്പോൾ. ഇനി ഫൽ ഖുദ്റത്തു തഖ്തളി മഖ്ദൂറൻ അലൈഹി. നമ്മൾ ഖുദ്റത്ത് എന്നുള്ളത് തേടുന്നത് എന്തിനാണ്? മഖ്ദൂറൻ അലൈഹി, എന്തിൻ്റെ മേലുള്ള ഖുദ്റത്ത് എന്ന് ചോദിക്കുക. സൃഷ്ടിക്കാനുള്ള ഖുദ്റത്ത്, അതല്ലെങ്കിൽ എഴുതാനുള്ള ഖുദ്റത്ത്. അതാണ് ആ ഖുദ്റത്ത് എന്നുള്ള വിശേഷണം എഴുത്തിൻ്റെ മേലിൽ ബന്ധിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ രചനയുടെ മേലിൽ ബന്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. അതല്ലാതെ വെറും ഒരു ഖുദ്റത്ത്, എന്ത് ഖുദ്റത്ത് അങ്ങനെ ചെയ്യൂല, അങ്ങനെ പറയൂല. നേരെ മറിച്ച് എന്തിൻ്റെങ്കിലും മേലുള്ളൊരു ഖുദ്റത്ത് എന്നാണ് പറയുക. അതുപോലെ വൽ ഇറാദത്തു തഖ്തളി മുറാദൻ, നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതല്ലാതെ വെറും ഉദ്ദേശം അങ്ങനൊരു സംഗതി ഉണ്ടാവില്ല. നേരെ മറിച്ച് കളിക്കാനുണ്ട് ഉദ്ദേശമാണെങ്കിൽ അങ്ങനെ ഉദ്ദേശം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈവിങ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം, അതല്ലാതെ വെറും ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ല. എന്തിൻ്റെങ്കിലും മേലിലുള്ള ഉദ്ദേശമായിരിക്കും. അപ്പോൾ ഗൈറുൽ മുതഅല്ലിഖത്തി, മുതഅല്ലിഖ് അല്ലാത്ത സിഫത്ത് അക്സുഹ അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ പറഞ്ഞു ഒരു വസ്തു ഉണ്ടായാലേ, ഒരു ഇതായിട്ടുള്ള വസ്തു ഉണ്ടായാലേ അത് ഉണ്ടാവുള്ളൂ. ഓക്കെ. കൽ ഹയാത്തി, ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയാണ്, അതല്ലാതെ വേറെ ഒരു സാധനത്തുമായി ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ ബാബായിട്ടുള്ള ഇലാഹിയാത്തിനെ പറ്റിയിട്ട് നീ പഠിക്കാൻ ആപ്റ്റായിട്ടുണ്ട്, യോഗ്യനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് ഇലാഹിയാത്തിനെ പറ്റിയിട്ടൊക്കെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.